കാഞ്ഞങ്ങാട് ലയൺസ് ബോക്സിംഗ് ക്ലബ്ബിൽ വെച്ച് നടന്ന ബോക്സിംഗ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ലയൺസ് ബോക്സിംഗ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ മെയ് 1 മുതൽ 31 വരെ കാഞ്ഞങ്ങാട് ലയൺസ് ബോക്സിംഗ് ക്ലബ്ബിൽ വെച്ച് നടന്ന ബോക്സിംഗ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സാക്ഷ്യപത്രങ്ങളാണ് കാഞ്ഞങ്ങാട് ലയൺസ് ബോക്സിംഗ് അക്കാദമിയിൽ വെച്ച് ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ വിതരണം ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലഹരിയുടെ പിന്നാലെ പോകുന്നത് കേരളത്തിലെ യുവത്വമാണ്. പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതികളാകുന്നത് 18 മുതൽ 28 വയസ്സുവരെയുള്ളവരാണ്. അതിൽ തന്നെ കുട്ടികളുണ്ടെന്നും അവർ ജയിലിൽ എത്തുന്നില്ലെന്നും ലഹരിക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടാണ് സ്പോർട്സ് കൌൺസിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും പി അജിത് കുമാർ പറഞ്ഞു. ഗോവയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രതീഷ് മീത്തലിനുള്ള ഉപഹാര സമർപ്പണവും പോലീസ് ഇൻസ്പെക്ടർ നിർവഹിച്ചു. കേരളത്തിലെ യുവത്വത്തിന് മറ്റൊരു കുഴപ്പമുണ്ട്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നാം ഇന്ന് നോക്കുമ്പോൾ ലഹരിയുടെ പിന്നാലെ പോകുന്നതും കേരളത്തിലെ യുവത്വമാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേസിൽ പ്രതികളായി വരുന്നത് 18 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയുള്ള യുവത്വമാണ്. അതിൽ കുട്ടികളുമുണ്ട്. കുട്ടികൾ ജയിലിലെത്തുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാത്തിനും പിന്നിലും ലഹരിയാണ്. ലഹരിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ്, പൊരുതിക്കൊണ്ടാണ് സ്പോർട്സ് കൗൺസിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടുവരുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പള്ളനാരായണൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി, സിനിമാ നിർമ്മാതാവും സൈക്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ വിജയകുമാർ പാലക്കുന്ന്, മൌണ്ടനിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് നമ്പ്യാർ, സൈക്ലിംഗ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മൂസ പാലക്കുന്ന്, എം രാജൻ എണ്ണപ്പാറ, വി റനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബോക്സിംഗ് കോച്ച് പി കെ ജിതേഷ് സ്വാഗതവും ആം റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ സുരേഷ് മോഹൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ബോക്സിംഗ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർ ബോക്സിംഗ് മത്സര പ്രദർശനവും നടത്തി. പി കെ ജിതേഷ്, ജീവൻ, അഭിരാം എന്നിവരാണ് ഒരു മാസം നീണ്ടുനിന്ന കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.